ഇന്ന് സഭയായി ധ്യാനിക്കുന്ന വിഷയം പട്ടത്ത ശുശ്രൂഷ യാഗമാകുവാനുള്ള വിളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നത്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ 7 കൂദാശകളിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു കൂദാശയാണ് പട്ടത്വം, ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ലഭ്യമാകുന്നില്ല. ദൈവികമായ സമർപ്പണവും ദൈവം വിളിച്ചു എന്നുള്ള ഉത്തമ ബോധ്യവുമുള്ള വ്യക്തികൾക്ക് ലഭ്യമാകുന്ന അനുഗ്രഹീതമായ ഒരു കൂദാശയാണ്. പുരോഹിതൻ ആവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ആരാണ് പുരോഹിതൻ? പുരോ എന്നാൽ അർത്ഥം ഉന്നതമായത് എന്നാണ്. ഹിതം എന്നാൽ ഇഷ്ടം. ഉന്നതമായ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ദൈവജനത്തിന് നൽകുന്നവനാണ് പുരോഹിതൻ. പുരോഹിതൻ പാലം പണിയുന്നവനാണ്, ബ്രിഡ്ജ് മേക്കറാണ്. എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ, ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഹ്യൂമൻ, ആൻഡ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ. മനുഷ്യനും ദൈവവുമായിട്ടും മനുഷ്യനും മനുഷ്യനുമായിട്ടും മനുഷ്യനും പ്രകൃതിയുമായും പാലം പണിയുന്ന അതിപ്രധാനമായ ഒരു ശുശ്രൂഷയാണ് പട്ടക്കാരൻ്റേത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു മനുഷ്യനെ സഭയുടെ മുമ്പിൽ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് പട്ടം നൽകുന്നത് സഭ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രമല്ല. അത് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുന്ന, അവകാശം സ്ഥാപിക്കുന്ന വിശുദ്ധമായ ഒരു നിമിഷമാണ്. ആ നിമിഷത്തിൽ സഭ ഒരു വ്യക്തിക്ക് ഒരു പദവി നൽകുന്നില്ല. അതിനേക്കാൾ ഉപരിയായി ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കുന്നത്. ഒരവകാശമല്ല നൽകുന്നത്, ഒരു കുരിശാണ് ചുമലിൽ വയ്ക്കുന്നത്. കാരണം പട്ടത്ത ശുശ്രൂഷയുടെ ആരംഭം ബഹുമതിയിൽ നിന്നല്ല, ആത്മസമർപ്പണത്തിൽ നിന്നാണ്. ഇന്നത്തെ ലോകം നേതൃത്വത്തെ സ്വാധീനത്തിൻ്റെ ഭാഷയിലാണ് നിർവചിക്കുന്നത്. കൂടുതൽ അനുയായികളുള്ളവർ, വലിയ വേദികളുള്ളവർ, കൂടുതൽ അംഗീകാരം, കൂടുതൽ ദൃശ്യത, ഇവയാണ് നേതൃത്വത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളായിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ചിന്തകൾ സഭയുടെ ഘടനകളിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ ശുശ്രൂഷയെപ്പോലും ഒരു തൊഴിലും ഒരു കരിയറും സമൂഹത്തിലെ ഉയർച്ചയുള്ള ഒരു സ്ഥാനമെന്ന നിലയിലും കാണുന്ന പ്രവണത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ശുശ്രൂഷയുടെ നിർവചനം ഇതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം ഒരു വലിയ വൈരുദ്ധ്യം കാണുന്നു. യേശു 3-ാം പ്രാവശ്യം തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ കഷ്ടപ്പാടിലേക്കാണ് നടക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ശിഷ്യന്മാർ ചിന്തിക്കുന്നത് അവർക്ക് ലഭ്യമാകേണ്ടതായ കിരീടത്തെക്കുറിച്ചാണ്. കർത്താവ് യാഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിൻ്റെ നടുവിലാണ് യേശു യഥാർത്ഥ പട്ടത്ത ശുശ്രൂഷയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം ജീവിതത്തിൻ്റെ ഒരു പുതിയ അനുഭവത്തിലേക്കുള്ള വഴിത്തിരിവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടത്ത ശുശ്രൂഷ യാഗമാകുവാനുള്ള വിളി. ചില ചിന്തകൾ ഈ ഭാഗത്തു നിന്നുള്ള അടിസ്ഥാനമാക്കി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ദ റോങ് അംബീഷൻ, തെറ്റായ അഭിലാഷം. വാക്യങ്ങൾ 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. സെബദി മക്കളുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് മക്കൾക്ക് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നാം നോക്കിയാൽ ഈ അപേക്ഷയെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഉയരങ്ങളിൽ എത്തണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ ഇവിടുത്തെ പ്രശ്നം ആഗ്രഹത്തിലല്ല, അവർ ഈ ആഗ്രഹങ്ങളുടെ നിർവചനത്തിലാണ്. അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനമായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഒരുത്തൻ നിൻ്റെ വലത്തും മറ്റൊരുത്തൻ ഇടത്തും ഇരിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയെ ഭീഷണിപ്പെടുത്തുന്ന വലിയ പ്രലോഭനവും ഇതുതന്നെയാണ്. അടുത്ത് ആരാണ് ഇരിക്കേണ്ടത്? അടുത്ത് എങ്ങനെയാണ് എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്? ഈ പരീക്ഷണം ഇന്നത്തെ ശുശ്രൂഷ മേഖലകളിൽ വളരെ ശക്തമാണ്. അനുഗ്രഹിക്കപ്പെടുന്നതിനേക്കാൾ ശ്രദ്ധിക്കപ്പെടുക, സേവിക്കുന്നതിനേക്കാൾ അറിയപ്പെടുക, ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ
സ്വന്തം ശുശ്രൂഷയെ മഹത്വപ്പെടുത്തുക. ഇവ വളരെ സൂക്ഷ്മമായി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരുന്നു. ദൈവം തൻ്റെ സഭയെ ഏൽപ്പിക്കുന്നത് അധികാരങ്ങളിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരെ അല്ല, യാഗമാകുവാൻ തയ്യാറുള്ളവരെയാണ്. യാഗമായി ആരംഭിക്കുന്ന ശുശ്രൂഷ എപ്പോഴും ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടും. അതുകൊണ്ട് തെറ്റായ അഭിലാഷങ്ങളിൽ നിന്ന് മാറി ശരിയായ ജീവിതക്രമത്തിലേക്കും ക്രിസ്തുവിനെ യാഗമായി സ്വീകരിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിന് വേണ്ടി യാഗമായി തങ്ങളുടെ ജീവനെ നൽകുവാനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുമുള്ള വലിയ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾ അർത്ഥമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് തെറ്റായ അഭിലാഷങ്ങൾ നീക്കുവാൻ ഈ വേദഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 2, യഥാർത്ഥത്തിലെ യഥാർത്ഥമായ പരീക്ഷ, ദ ട്രൂ ടെസ്റ്റ് ഓഫ് ഓർഡിനേഷൻ. ചോദ്യം വളരെ പ്രസക്തമാണ്. ക്രിസ്തു മുകളിൽ നമ്മൾ പരാമർശിക്കപ്പെട്ടതായ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ പാനപാത്രം നിനക്ക് കുടിക്കുവാൻ കഴിയുമോ? ഈ സെബദി മക്കളുടെ അമ്മയുടെ അപേക്ഷ കേട്ട ഉടനെ യേശു അതിനെ നിരസിച്ചില്ല, തള്ളിക്കളഞ്ഞില്ല, മറിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു. കാരണം വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് കർത്താവ് ചോദിച്ചത്. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, യേശു ചോദിച്ചത് നിനക്ക് പ്രസംഗിക്കാൻ കഴിയുമോ? നിനക്ക് ഇടവകയെ നയിക്കാൻ കഴിയുമോ? ദൈവശാസ്ത്രം അറിയാമോ? ഏതൊക്കെ ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടോ? ഇതൊന്നുമല്ല. അവൻ്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. നീ യാഗമാകുവാൻ തയ്യാറാണോ? ഇന്നും ഓരോ പട്ടങ്ങളുടെ ശുശ്രൂഷയിലും സ്വർഗത്തിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ചോദ്യം ഇതുതന്നെയാണ്. നിനക്ക് എൻ്റെ പാനപാത്രം കുടിക്കുവാൻ കഴിയുമോ? സഭ കൈവെപ്പ് നൽകി പട്ടം നൽകപ്പെടുന്നു. എന്നാൽ യേശു ഹൃദയത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ പാനപാത്രം കുടിക്കുവാൻ നാം തയ്യാറാണോ? പാനപാത്രത്തിൻ്റെ അർത്ഥം ഈ ശുശ്രൂഷയിൽ എന്താണ്? ബൈബിളിൽ പാനപാത്രം എന്നത് ദൈവം ഒരാളുടെ ജീവിതത്തിനായി നിശ്ചയിച്ച ഓഹരിയെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിന് അത് ഗത്സമനയും കാൽവറിയും ഒക്കെ അർത്ഥമായിരുന്നു. ഇന്നും ഓരോ ശുശ്രൂഷകനും ഓരോ പാനപാത്രമുണ്ട്. അത് ചിലപ്പോൾ ഏകാന്തതയുടെ പാനപാത്രമാണ്, ചിലപ്പോൾ തെറ്റിദ്ധാരണയുടെ പാനപാത്രമാണ്, വിമർശനങ്ങളുടെ പാനപാത്രമാണ്, ചിലപ്പോൾ വർഷങ്ങളോളം ആത്മാർത്ഥമായി സേവിച്ചിട്ടും ഒരു നന്ദി പോലും കേൾക്കാതെ മുന്നോട്ട് പോകേണ്ടി വരുന്ന ജീവിതമാണ്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കുടുംബങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ വേദനയുമായി ദൈവസന്നിധിയിൽ കരയേണ്ടി വരുന്ന പാനപാത്രങ്ങൾ. എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഇടയൻ ആശ്വസിപ്പിക്കുവാൻ ഇല്ലാതെ രാത്രിയിൽ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ കരയുന്ന അനുഭവങ്ങൾ. ഇതൊക്കെയാണ് ആ പാനപാത്രത്തിൻ്റെ ഭാഗങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വിജയത്തെ കണക്കാക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിലൂടെയും അതിൻ്റെ കണക്കുകളിലൂടെയുമാണ്. ദൈവത്തിൻ്റെ ത്രാസിൽ ശുശ്രൂഷയുടെ ഭാരമളക്കുന്നത് പ്രശസ്തിയാലല്ല, ത്യാഗത്താൽ ആണ്. നിനക്ക് എൻ്റെ പാനപാത്രം കുടിക്കുവാൻ കഴിയുമോ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബും യോഹന്നാനും ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പറയുന്നു, ഞങ്ങൾക്ക് കഴിയും. അവർ പറഞ്ഞ വാക്കുകളുടെ വില അവർ അന്ന് മനസ്സിലാക്കിയിരുന്നോ എന്ന് സംശയമുണ്ട്. എന്നാൽ പിന്നീട് അതിൻ്റെ വില ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ആ പാനപാത്രം അവർ ശരിക്കും കുടിച്ചു. യാക്കോബ് അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷികളിൽ ഒരാളായി. യോഹന്നാൻ ദീർഘകാലം പീഡനവും നാടുകടത്തലും അനുഭവിച്ചു. അന്നവർ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ ജീവിതം ആ വാക്കിന് സാക്ഷ്യം വഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് തയ്യാറാണ് എന്ന് ഓരോ പട്ടക്കാരനും പറയുമ്പോൾ അത് ഒരു ചടങ്ങിലെ മറുപടിയല്ല, അത് ജീവിതകാലം മുഴുവൻ പാലിക്കപ്പെടേണ്ടതായ ഒരു ഉടമ്പടിയാണ്. ആ വാക്ക് നമ്മുടെ സൗകര്യത്തെയും നമ്മുടെ സമയങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും ഒക്കെ യാഗപീഠത്തിൽ വയ്ക്കുന്ന പ്രതിജ്ഞയാണ്. കാരണം പട്ടത്വ ശുശ്രൂഷ എന്നത് കിരീടം ധരിക്കാനുള്ള വിളിയല്ല, ആദ്യം പാനപാത്രം കുടിക്കുവാനുള്ള വിളിയാണ്. കർത്താവ് ഇന്നും തൻ്റെ ദാസന്മാരെ കഷ്ടപ്പാടുകളിൽ നിന്നും ഒന്നും ഒഴിവാക്കുന്നില്ല, മറിച്ച് അവയിലൂടെ തൻ്റെ സ്വരൂപത്തിലേക്ക്, തൻ്റെ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് രൂപപ്പെടുത്തുകയാണ്. യാഗപീഠം കടന്നു പോകാതെ ആരും യഥാർത്ഥം ഇടയനാവുകയില്ല. യാഗപീഠത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു പട്ടക്കാരനും യഥാർത്ഥ ഇടയനായിട്ട് തീരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട്
ഈ പാനപാത്രം കുടിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതായ പട്ടക്കാരെ, അവരുടെ ശുശ്രൂഷകളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് അവർക്ക് കരുത്തു പകരുകയും ദൈവികമായ ശക്തി പ്രാപിക്കുന്നതിനും ആ യാഗപീഠത്തിൽ നല്ല ഒരു ഇടയനായി തീരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. 3, ലോകത്തിൻ്റെ നേതൃത്വവും ക്രിസ്തുവിൻ്റെ നേതൃത്വവും. വേൾഡ്ലി ലീഡർഷിപ്പ് ആൻഡ് ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പ്. ഇവിടെ ക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ആകരുത്. യാക്കോബും യോഹന്നാനും ഉന്നയിച്ചതായ അപേക്ഷ കേട്ടപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് സ്വാഭാവികമായ ഒരു അസൂയയും ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിലും ഇതേ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും അവർ അസ്വസ്ഥരായതും. ഒരാൾ മാത്രം അധികാരം നേടരുത് എന്നതായിരുന്നു അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് യേശു എല്ലാവരെയും തൻ്റെ അടുക്കൽ വിളിച്ചത് അവൻ 2 രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ജാതികളുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നു, നിങ്ങളിടയിൽ അങ്ങനെ ആകരുത്. ഈ വാക്യം ക്രിസ്തീയ നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു അടിത്തറയാണ്. ലോകം നേതൃത്വം അത് അധികാരത്തിൻ്റെ ഭാഷയിലാണ് നിർവചിക്കുന്നത്. എന്നാൽ ക്രിസ്തു നേതൃത്വത്തെ ഡിഫൈൻ ചെയ്യുന്നത് സേവനത്തിൻ്റെ ഭാഷയിലാണ്. ലോകത്തിൽ ഉയരാൻ നമ്മൾ പലപ്പോഴും പല കുറുക്കുവഴികളുമൊക്കെ തേടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ഉയരണമെങ്കിൽ തല കുനിക്കുകയും മറ്റുള്ളവരുടെ കാല് കഴുകുവാനുള്ള വിനയത്തിൻ്റെ സന്നദ്ധത ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ സഭയായ ഈ സഭയ്ക്ക് കർത്താവിൻ്റെ ഒരു മുന്നറിയിപ്പ് ഈ ഭാഗത്തൂടെ നൽകുകയാണ്. നാം ജീവിക്കുന്നത് വലിയ ബ്രാൻഡുകളുടെയും വ്യക്തി ആരാധനകളുടെയും കാലഘട്ടത്തിലാണ്. പലപ്പോഴും ശുശ്രൂഷയേക്കാൾ ശുശ്രൂഷകനെ ഉയർത്തിക്കാട്ടുന്ന പ്രവണത ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരികയാണ്. ചിലപ്പോൾ പട്ടക്കാരനെ ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്നതിനേക്കാൾ ഒരു സ്ഥാപനത്തിൻ്റെ CEO ആയിട്ട് പലപ്പോഴും കാണാൻ ശ്രമിക്കുന്നുണ്ട്. അധികാരം കേന്ദ്രീകരിക്കുന്ന, നിയന്ത്രിക്കുന്ന, സ്ഥാപിക്കുന്ന, അംഗീകാരം ആവശ്യപ്പെടുന്ന, വിമർശനം സഹിക്കാതിരിക്കുന്ന ഒരു പ്രത്യേക രീതിയൊക്കെ ഈ ലോകത്തിൻ്റെ നേതൃത്വ രീതികളിൽ കാണാനായിട്ട് കഴിയുന്നു. അസ്വസ്ഥരാകുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇതൊന്നും ക്രിസ്തുവിൻ്റേതല്ല. ഒരു പട്ടക്കാരൻ തൻ്റെ ശുശ്രൂഷയെ ജനങ്ങൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുവാനുള്ള ആ മാർഗമായിട്ട് ആ നിമിഷം മാറുമ്പോൾ ആ പട്ടക്കാരൻ ക്രിസ്തുവിൻ്റെ മാതൃകയിൽ നിന്ന് അകന്നു പോകുന്നു എന്നതാണ് ഈ വേദഭാഗം പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പട്ടത്വം ഒരു അധികാരപത്രമല്ല, അതൊരു സേവന നിയമമാണ്. സഭ ഒരു പട്ടക്കാരനെ ബഹുമാനിക്കുന്നത് അവൻ ഭരിക്കുന്നതിനല്ല, അവൻ ആടുകളെ സ്നേഹിച്ച് പരിപാലിക്കുന്നതിലാണ്. അതുകൊണ്ട് സഭയുടെ ഓരോ നേതാവും നമ്മുടെ ഹൃദയങ്ങളോട് ചോദിക്കേണ്ടതായ ഒരു ചോദ്യമുണ്ട്: ഞാൻ ആളുകളെ നിയന്ത്രിക്കുകയാണോ, അതോ അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയാണോ? ക്രിസ്തു ഇടയന്മാരെ വിളിച്ചത് ആടുകളെ സ്വന്തമാക്കാനല്ല, തൻ്റെ ആടുകളെ പരിപാലിക്കുവാനാണ്. ഈ പരിപാലന ശുശ്രൂഷയാണ് ഇന്നും സഭയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പലപ്പോഴും പട്ടക്കാരൻ്റെ മഹത്വം എവിടെയാണ്? യേശു പറയുന്നു, നിങ്ങൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകട്ടെ, ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകട്ടെ. വലിയവനാകാനുള്ള ആഗ്രഹത്തെ യേശു നിരോധിച്ചിട്ടില്ല, അതിൻ്റെ വഴി മാറ്റിക്കൊടുത്തു. ദൈവരാജ്യത്തിൽ മഹത്വത്തിലേക്കുള്ള വഴി താഴ്മയിലൂടെയാണ്, അതായത് ശുശ്രൂഷയാണ് അവിടുത്തെ ഉയർച്ചയുടെ മാനദണ്ഡം. അതുകൊണ്ട് ഒരു പട്ടക്കാരൻ്റെ മഹത്വം അവൻ്റെ പേരിന് മുമ്പിലുള്ള ബിരുദങ്ങളിലോ അവൻ നേടുന്ന സ്ഥാനങ്ങളിലോ അല്ല, അവൻ മുട്ടുകുത്തി നടത്തേണ്ടതായ പ്രാർത്ഥനകളിലാണ്. അവൻ്റെ മഹത്വം പ്രസംഗപീഠത്തിലെ വലിയ വാഗ്മിത്വത്തിലല്ല, വലിയ കഴിവുകളിലല്ല, കണ്ണുനീരോടെ നടത്തുന്നതായ ഇടയ പരിപാലനങ്ങളിലാണ്. അവൻ്റെ മഹത്വം സഭയിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നേടുന്നതല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ ഏറ്റവും പിന്നിലുള്ള ഒരാളെയും ചേർത്ത് പിടിക്കുന്ന ഹൃദയത്തിലാണ്. എല്ലാ പദവികളും അവസാനിക്കും, എല്ലാ സ്ഥാനമാനങ്ങളും അവസാനിക്കും, എല്ലാ സർട്ടിഫിക്കറ്റുകളും ചരിത്രമാകും. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി സ്നേഹത്തോടെ ചെയ്ത ഓരോ ചെറിയ സേവനവും
ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യമായ പ്രതിഫലം പ്രാപിക്കും. അതുകൊണ്ട് യഥാർത്ഥ പട്ടത്ത ശുശ്രൂഷയുടെ ലക്ഷ്യം എന്നെ എത്ര പേർ അറിയുന്നു എന്നതല്ല, എന്നിലൂടെ എത്ര പേർ ക്രിസ്തുവിനെ അറിയുന്നു എന്നതാണ്. എന്നെ എത്ര പേർ അറിയുന്നു എന്നതല്ല, എന്നിലൂടെ എത്ര പേർ ക്രിസ്തുവിനെ അറിയുന്നു എന്നതാണ്. ഇന്ന് ഇതൊരു ജീവിതം, സേവന ജീവിതം ഒരു ആശയമല്ല. യേശു ശിഷ്യന്മാരോട് സേവിക്കുക എന്ന് പറഞ്ഞിട്ട് സ്വയം വേറൊരു വഴി തിരഞ്ഞെടുത്തില്ല. അവനെന്താ പഠിപ്പിച്ചോ അവൻ പഠിപ്പിച്ചതുപോലെ ജീവിച്ചതുപോലെ മരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ അനുഭവത്തിൽ നാം പോകണം എന്നുള്ളത് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ പ്രാണനെ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത്. പട്ടത്ത ശുശ്രൂഷയുടെ പരമമായ മാതൃക ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇതൊരു ഉപദേശം മാത്രമല്ല, ഇത് കുരിശിൽ രക്തം ചൊരിഞ്ഞതായ ഒരു ജീവിത അനുഭവമാണ്. ഓരോ പട്ടക്കാരനും ഈ ശുശ്രൂഷയുടെ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോഴാണ് യാഗമാകുവാനായിട്ട് വിളിക്കപ്പെടുകയും ആ യാഗത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. അവസാനമായി യേശുവാണ് പട്ടത്ത ശുശ്രൂഷയുടെ പരിപൂർണ മാതൃക. ജീസസ് ദ പെർഫെക്റ്റ് മോഡൽ ഓഫ് ഓർഡൈൻഡ് മിനിസ്ട്രി. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. ഈ വചനമാണ് ഈ വേദഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയം നിലനിൽക്കുന്നത്. ഈ വചനത്തിൽ ഇതിൻ്റെ ഹൃദയം കാണാൻ സാധിക്കുന്നു. മുമ്പുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തിരച്ചിലുകൾക്കും ഉപദേശങ്ങൾക്കും യേശു ഇപ്പോൾ തൻ്റെ ജീവിതം കൊണ്ട് ഉത്തരം നൽകുകയാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. ക്രിസ്തീയ ശുശ്രൂഷയുടെ മാനദണ്ഡം ഒരു പ്രവാചകനോ അപ്പോസ്തലനോ അല്ല, ക്രിസ്തു തന്നെയാണ്. സർവശക്തനായ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആരും അവനെ സേവിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടില്ല. സ്വർഗത്തിൻ്റെ മഹത്വം ഉപേക്ഷിച്ച് അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. രോഗികളെ സ്പർശിച്ചു, വിശക്കുന്നവരെ അവർക്ക് ആഹാരം നൽകി, കരയുന്നവരോടൊപ്പം കരഞ്ഞു, വീണുപോയവരെ ഉയർത്തി, ഒടുവിൽ തൻ്റെ ജീവൻ പോലും മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ പട്ടത്ത ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പാഠപുസ്തകം സെമിനാരി അല്ല, പിന്നെയോ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ കുരിശാണ്. ഓരോ പട്ടക്കാരനും ഒരു യാഗപീഠത്തിൽ ബലിയായി തീരേണ്ട വ്യക്തിയാണ്. ക്രിസ്തുവിനെ പോലെ ഒരു പട്ടക്കാരൻ പാപപരിഹാരത്തിനായി മരിക്കേണ്ടതില്ല. ആ ദൗത്യം ഒരിക്കൽ എന്നേക്കുമായി പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ ക്രിസ്തുവിനെ പോലെ സ്വയം പകർന്നു കൊടുക്കുവാൻ അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പട്ടക്കാരൻ്റെ ജീവിതം പലപ്പോഴും ജനങ്ങൾ കാണാത്ത യാഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ അവൻ വേദനിക്കുന്ന കുടുംബങ്ങളെ സന്ദർശിക്കുന്നു, സ്വന്തം പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. അവൻ്റെ പഠനം പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല, ഓരോ വ്യക്തിയെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതിനും ഓരോ വ്യക്തിയെയും ആധ്യാത്മിക ജീവിതത്തിൽ പരിപോഷിപ്പിക്കുന്നതിനുമാണ്. പലപ്പോഴും പട്ടക്കാരുടെ സന്ദർശനങ്ങൾ ഒരു ഔപചാരികമായ കടമയല്ല, പിന്നെയോ സങ്കടപ്പെടുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് ആശ്വാസമായി ഒരു നല്ല ഇടയൻ്റെ ഹൃദയമായിട്ടാണ് ഭവന സന്ദർശനം മാറുന്നത്. ഓരോ പട്ടക്കാരൻ ഓരോ ദിവസവും തൻ്റെ സമയവും ശക്തിയും സ്വപ്നങ്ങളും സൗകര്യങ്ങളും ദൈവജനത്തിനു വേണ്ടി യാഗപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് വലിയ വേദികളിൽ പ്രസംഗിക്കുന്നവരെയാണോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം നടക്കുവാൻ തയ്യാറുള്ള ഇടയന്മാരെയാണ്. പ്രസംഗിക്കുവാനും വർത്തമാനം പറയുവാനും ഒക്കെ നമുക്ക് ധാരാളം സാധിക്കും. പ്രായോഗിക തലത്തിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ തീഷ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റിടങ്ങളിലുമൊക്കെ 10,000 കൈയടിക്കുന്ന പ്രസംഗങ്ങൾക്ക് അപ്പുറം ഒരു വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ചെന്ന് അവർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പാണ് ഒരു ഇടയനെ ദൈവം ഒരു ഇടയനായിട്ട് തീരുന്നത്. ആ ഇടയനെയാണ് ദൈവം മാനിക്കുന്നത്. ലോകപ്രകാരം ചിലപ്പോൾ അംഗീകാരം ലഭ്യമാവുകയില്ലായിരിക്കും, എന്നാൽ ദൈവികമായ വലിയ വില ആ ഇടയന് ലഭ്യമായിട്ട് തീരും.
സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ദൃശ്യമായ വിജയങ്ങളെക്കാൾ അദൃശ്യമായ വിശ്വസ്തതയ്ക്കാണ് കൂടുതൽ വില. സ്വർഗത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഓരോ പട്ടക്കാരൻ്റെയും ദൃശ്യമായ വിജയങ്ങളെക്കാൾ അദൃശ്യമായ വിശ്വസ്തതയ്ക്കാണ് കൂടുതൽ വില. അതുകൊണ്ട് പട്ടത്ത ശുശ്രൂഷ യാഗമാകുവാനുള്ള വിളിയാണ്. പട്ടത്ത ശുശ്രൂഷ പട്ടങ്ങളുടെ ശുശ്രൂഷ ഒരു ബഹുമതി ലഭിക്കുന്ന സ്വീകരിക്കുന്ന ചടങ്ങല്ല. അത് യാഗപീഠത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതിജ്ഞയാണ്. സഭ തലയിൽ കൈവെക്കും. എന്നാൽ അതേസമയം ദൈവം ആ വ്യക്തിയുടെ ആ പട്ടക്കാരൻ്റെ ജീവിതത്തിൽ തൻ്റെ അവകാശവും മുദ്രയും പതിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ സമയം നിൻ്റേതല്ല, ഇനി നിന്റെ കഴിവുകൾ നിൻ്റേതല്ല, നിന്റെ ജീവിതം പോലും നിൻ്റേതല്ല, ഇതെല്ലാം എൻ്റേതാണ്. വിച്ച് മീൻസ് ഇതെല്ലാം ക്രിസ്തുവിൻ്റേതാണ്, അവൻ്റെ സഭയുടേതാണ്. അതുകൊണ്ട് പട്ടക്കാരൻ്റെ ഏറ്റവും വലിയ ചോദ്യം എനിക്കെന്ത് ലഭിക്കുമെന്നതല്ല, ഇനി എനിക്കെന്താണ് എൻ്റെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാനുള്ളത് എന്നതായിരിക്കണം. എനിക്കെന്ത് ലഭിക്കും എന്നതല്ല, ഇനി എനിക്കെന്താണ് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാനുള്ളത്. ഓരോ ദിവസവും ഒരു ദിവസം നാം എല്ലാവരും വലിയ മഹാനായ ഇടയൻ്റെ സന്നിധിയിൽ നിൽക്കും. അന്ന് അവൻ ചോദിക്കും, നിനക്ക് എത്ര വലിയ ഇടവകൾ ഉണ്ടായിരുന്നു എന്നല്ല, നീ എത്ര പുസ്തകങ്ങൾ എഴുതിയെന്നല്ല, നിനക്ക് എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എന്നല്ല, നീ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ഇരുന്നു എന്നല്ല, എത്ര പേർ നിന്നെ പ്രശംസിച്ചു എന്നൊന്നുമല്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ച ആടുകളെ നീ വിശ്വസ്തയോടെ പരിപാലിച്ചോ എന്നതായിരുന്നു. ഞാൻ നിനക്ക് നൽകിയ പാനപാത്രം നീ കുടിച്ചോ, എൻ്റെ സ്നേഹത്തോടെ നീ എൻ്റെ ജനത്തെ സേവിച്ചോ. ഈ ചോദ്യമായിരിക്കും നമ്മൾ കേൾക്കുവാൻ ഓരോ പട്ടക്കാരനും പോകുന്നത്. അതുകൊണ്ട് നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വാക്ക് ഇതായിരിക്കണം: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് ഓരോ പട്ടക്കാരനും എത്തിച്ചേരുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടും, ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇടവകകൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയരെ, പട്ടത്ത ശുശ്രൂഷയും ഒരു അലങ്കാരികമായ അനുഭവമല്ല. ഈ ശുശ്രൂഷയിൽ വലിയൊരു യാഗപീഠം ഒരുങ്ങുകയാണ്. ഒരു മനുഷ്യന് പദവി നൽകപ്പെടുന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകളിൽ നടക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന അനുഗ്രഹീതമായ കൂദാശയാണ്. ഇന്ന് നമുക്ക് വലിയ ഇടയന്മാരെ വേണം, വലിയ പ്രസംഗകരെക്കാൾ, വലിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പണിയുന്ന വ്യക്തികളെക്കാട്ടിൽ സ്നേഹത്തിൻ്റെ ഹൃദയങ്ങൾ കെട്ടിപ്പണിയപ്പെടുന്ന വ്യക്തികളെ നമുക്ക് ആവശ്യമാണ്. വലിയ വേദികളെക്കാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഇടയന്മാരെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. സഭയെ നിയന്ത്രിക്കുന്ന നേതാക്കളല്ല, സഭയ്ക്ക് വേണ്ടി കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പട്ടത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തീക്കനലാണ്. ഈ ശുശ്രൂഷയിൽ നമ്മൾ എരിഞ്ഞ് ഇല്ലാതെയായിട്ട് തീരുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഇല്ലാതായി തീരുന്നു എന്നുള്ള ഒരു ചോദ്യവും ഒരു അർത്ഥവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവ വിളിക്ക് വേണ്ടി ഒരുങ്ങുന്നവരും ഇതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ ചോദ്യം പ്രസക്തമാണ്. നാം ഈ ശുശ്രൂഷകളിൽ കിരീടം അന്വേഷിക്കുകയാണോ, അതോ കുരിശ് ചുമക്കുവാൻ തയ്യാറാവുകയാണോ? ഒരു പദവിക്കുള്ള വിളിയല്ല, ക്രിസ്തുവിനെ പോലെ യാഗമാകുവാനുള്ള വിളിയാണ്. കിരീടം പിന്നീട് വരും. എന്നാൽ ആദ്യം വരേണ്ടത് യാഗപീഠമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവനമാണ്. പിന്നീട് മഹത്വം വരും. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ തലകുനിച്ച് നിന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള പ്രാപ്തി, ധനത നാം നേടിയെടുക്കണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വീണ്ടെടുപ്പ് വിലയായി കൊടുപ്പാനും വന്നതുപോലെ നാമും അവൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.